everyone. I'm delighted to welcome you all to the virtual carol service of our St. Paul's Marthoma Church. Years ago, our Lord blessed the most humble of places, a manger, to be where his Son was laid after birth. Our Lord, the King of Kings, came into this world meekly, unassuming, and brought about a change that extends to this day. On a lighter note, I think perhaps our Lord was far ahead of his times. He was kind of born under social distancing guidelines, with just a few people to witness a milestone event. The carol service has always been an integral part of our lives. The season of Christmas is one that brought us all together every single year. I would like to extend a warm and Christmassy welcome to our chief guest, the Most Reverend Marcos Mar Chrysostomus Metropolitan, the President of the Paurastya Suvisesha Sangam, our most assiduous vicar, Reverend Linu George, our Baliga Mandiram President, Reverend Thomas Matthew, our vibrant choir, every member of our wonderful congregation, and to all of you watching this. So now, from our church to your homes, it's my pleasure to invite you all to join us in a virtual recreation of the evocative experience of our Christmas carols. In the book of Isaiah it is written, "For unto us a child is born, to us a son is given, and the government will be on his shoulders. He will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace." Come, let us join the choir in singing, "O come, all ye faithful." Joyful and triumphant, O God.
That was wonderful, wasn't it? With that call to all ye faithful, I'd like to call upon P.K. Kuruvala uncle to invoke the blessings of the Lord Almighty and lead us together in prayer. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം. സ്നേഹം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ മനോഹര സന്ധ്യയ്ക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ലോകമെങ്ങും വിവിധ ഭാഷകളിൽ വിവിധ രീതികളിൽ നിന്റെ തിരുദിനത്തെ കൊണ്ടാടുമ്പോൾ പെരുമ്പാവൂർ സെൻറ്റ് പോൾസ് ഇടവകയായി ഈ പ്രതിസന്ധി ഘട്ടത്തിലും നിനക്ക് ശുശ്രൂഷ അറിയിക്കാനിടയായതിൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്രിസ്മസ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഇടവ വികാരി ലിനു ജോർജ് അച്ഛനാണല്ലോ. അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛനിൽ കൂടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ഗാന ശുശ്രൂഷയ്ക്ക് സന്ദേശം നൽകാനെത്തിയിരിക്കുന്നത് പൗരസ്ത്യ സുവിശേഷ സമാജം അധ്യക്ഷൻ ക്രിസ്തോസ് മർക്കോസ് തിരുമേനിയാണല്ലോ. തിരുമേനിയിലൂടെ ലഭിക്കുന്ന എല്ലാ സന്ദേശങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ, സന്ദേശങ്ങളിലൂടെ ഞങ്ങളുടെ വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിത നവീകരണത്തിനും അനുഗ്രഹത്തിനും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവകളുടെ വിവിധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സംഘടനകൾ ഇടവയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് വിവിധ ദൃശ്യമാധ്യമങ്ങൾ കൂടി ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് ഇത് അനുഗ്രഹപൂർവമായി തീരണമേ കർത്താവെ. മാനവും മഹത്വവും അങ്ങേക്കുള്ളത്, സകലവും യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. Thank you, sir. And now, I'd like to invite our vicar, Reverend Linu George, to deliver the presidential address. പിതൃപുത്ര പരിശുദ്ധരൂഹായാം ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബ്ലെസ്സഡ് മെയ്ഞ്ചർ എന്നുള്ള ഈ ഗാനോപഹാരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ഈ ശുശ്രൂഷയിലൂടെ ദൈവമഹത്വം ദർശിപ്പാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെരുമ്പാവൂർ സെൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇടവക ഗായക സംഘം ഒരുക്കുന്നതായ ഈ ഗാനോപഹാരം അനേക ദിനങ്ങളിലെ പ്രയത്നവും പ്രാർത്ഥനയുമാണ്. ഈ ഗാനോപഹാരത്തിൽ മുഖ്യ സന്ദേശം നൽകുന്ന ഏറെ ബഹുമാനമുള്ള അഭിവന്ദ്യ മർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത തിരുമേനി, ബാലികാമന്ദിരം സൂപ്രണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, ഈ ഗാനോപഹാരം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുമേ, കർത്താവിൻ്റെ ആഗമന കാലത്തിൽ അവൻ്റെ തിരുജന്മത്തെ ഓർക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ അനുഭവങ്ങളും മിശിഹായെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന അനുഭവം അനേക നൂറ്റാണ്ടുകളായി അനേക പ്രവാചകന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ട മിശിഹായുടെ ആഗമനത്തിനു വേണ്ടി ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഒരുങ്ങിയപ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ദാവീദിൻ്റെ കുലത്തിൽ ജനിക്കപ്പെട്ട യോസഫിനെയും അവനു വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ എന്ന പെൺകുട്ടിയുമാണ്. അതേറെ വലിയൊരു നിയോഗമാണ്, അതേറെ ഭാരിച്ച ഒരു ചുമതലയായി അവർ കാണുന്നു. ആ വലിയ നിയോഗം ഏറ്റെടുക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനേക ആകുലതകളുണ്ട്, അനേക വേദനകളുണ്ട്, മുറിപ്പാടുകളുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, ദൈവത്തിൻ്റെ ഈ രക്ഷാകര പദ്ധതിയിൽ തങ്ങളുടെ പങ്കും ഓഹരിയും എന്താണ്. പേർവഴി ചാർത്തുവാൻ വേണ്ടി സ്വന്തം ദേശത്തിലേക്ക് ബേത്ലഹേം നഗരത്തിലേക്ക് കടന്നു ചെല്ലുന്ന യോസഫും മറിയയും അവർക്ക് ഈ പൈതലിന് ജന്മം നൽകുവാൻ വേണ്ടി തക്കവണ്ണം സത്രങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവിടെയുള്ള ചെറിയ ചെറിയ വീടിൻ്റെ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, തെരുക്കോണുകൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇടമില്ല എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അങ്ങ് ദൂരെ ഒരു പശുത്തൊട്ടിയിൽ ആ ജനിക്കപ്പെട്ട പൈതലിനെ എടുത്തു കിടത്തുമ്പോൾ അവൻ എവിടെ ജനിച്ചു എന്ന് ദൈവവചനം പറയുന്നില്ല.
അവൻ എവിടെയോ, ആ വഴിയരികിൽ എവിടെയോ ജനിക്കപ്പെട്ട മറിയ ജന്മം നൽകിയ ആ പൈതലിനെ, ആ ദിവ്യ ശിശുവിനെ എടുത്ത് പശുത്തൊട്ടിയിലേക്ക് കിടത്തുമ്പോൾ ആ പശുത്തൊട്ടി പ്രതീക്ഷിക്കാത്ത ഒരു ദിവ്യ അനുഭവമാണ് ഏറ്റെടുക്കുന്നത്. ഒരു ദിവ്യമായ നിയോഗമാണ് ഏറ്റെടുക്കുന്നത്. ഒരു ദിവ്യമായ സ്വർഗീയ പദ്ധതിയാണ് ഏറ്റെടുക്കുന്നത്. മിശിഹായെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള വലിയ പദവി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ പദവി, നിയോഗം ഏറ്റെടുക്കുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നീറുന്ന വഴിത്താരകളിൽ, വേദനയുടെ അനുഭവത്തിൽ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നാം പലപ്പോഴും സ്വയം ശപിക്കാറുണ്ട്, പഴിക്കാറുണ്ട്, ചുറ്റുപാടുകളെ നാം കുറ്റം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ COVID-19 വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ we are blaming ourselves, we are cursing ourselves, we are cursing our surroundings also. പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ നാം ചിന്തിക്കേണ്ടത്, എൻ്റെ രക്ഷകനായ ക്രിസ്തു എനിക്ക് വേണ്ടി ബേത്ലഹേമിൽ ജാതം ചെയ്തവനാണ്. അവൻ എനിക്ക് വേണ്ടി എന്നോടൊപ്പമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ യോസഫിന് ദൈവം നൽകുന്ന അരുളപ്പാട്, ആ സ്വപ്നത്തിൽ അവൻ ദൈവം നൽകുന്ന അരുളപ്പാട് സ്വീകരിക്കുന്ന യോസഫ് തിരിച്ചറിയുകയാണ്, വിവാഹം നിശ്ചയിക്കപ്പെട്ടതായ മറിയ എന്ന പെൺകുട്ടിയെ ഞാൻ ഉപേക്ഷിക്കേണ്ടതില്ല, അവളെ ചേർത്തു പിടിക്കാം. എന്തിനു വേണ്ടിയാണ്? സ്വർഗീയ പദ്ധതി പൂർണ്ണമാകുന്നതിന് വേണ്ടി അവളെ ചേർത്തു പിടിക്കാം. യോസഫിൻ്റെ വലിയ തീരുമാനമാണ് മറിയെ ഇതിനു വേണ്ടി ശക്തീകരിക്കുന്നത്. ആ ദർശനത്തോട് ചേർന്ന് 22-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ശബ്ദം, പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതായ ശബ്ദം ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ പേർ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേലാകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെ നടക്കുന്നവനാണ്. നമ്മുടെ വേദനകളിൽ നമ്മോട് കൂടെ കരയുന്നവനാണ്. നമ്മുടെ നിലവിളികളെ അറിയുന്നവനാണ്. കാരണം അവൻ വഴിയരികിൽ എവിടെയോ ജനിച്ച് പുൽത്തൊട്ടിയിലെടുത്ത് കിടത്തിയവനായ കർത്താവ് തൻ്റെ പരശുശ്രൂഷയിൽ വേദനിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും കുഷ്ഠരോഗികളെയും പ്രതികൂലങ്ങളിലായിരിക്കുന്നവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ചേർത്തു പിടിച്ചവനായ കർത്താവ് ഏതൊരു വ്യക്തിയുടെയും കണ്ണുനീരിനെ കാണുന്നവനാണ്. കണ്ണുനീരിൻ്റെ വേദനയെ അറിയുന്നവനാണ്. ആ സങ്കടങ്ങളെ തിരിച്ചറിയുവാൻ കെൽപ്പുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കാൽവറിയിൽ ആ ഒരു രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ അനുഭവം നാം ദർശിക്കുന്നു. അതുകൊണ്ട് ഇത് വലിയൊരു യാത്രയാണ്. ഈ പുൽത്തൊട്ടിയിൽ നിന്ന് കാൽവറിയോളം എത്തുന്ന അനുഗ്രഹീതമായ യാത്ര. ഈ കാൽവറിയുടെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ കർത്താവ് പിറക്കണം. എൻ്റെ ഉള്ള് ഈ അനുഗ്രഹീതമായ പുൽത്തൊട്ടി പോലെ ഒരുക്കപ്പെടണം. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അനേക രീതിയിലുള്ള പ്രതികൂല അനുഭവത്തിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്നോട് കൂടെയുണ്ടെന്ന് രുചിച്ചറിഞ്ഞുകൊണ്ട്, ദൈവമേ, നീ എന്നെ ബലപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഇടവകയെ നിൻ്റെ ശ്രേഷ്ഠമായ ഈ പുൽത്തൊട്ടി പോലെ ആക്കി തീർക്കണമേ എന്ന പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഗാനോപഹാരത്തിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങൾ, സെവിയ സംഘാംഗങ്ങൾ, സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, യുവജന സഖ്യ അംഗങ്ങൾ, മറ്റ് ഇടവക ചുമതലക്കാർ, പ്രിയപ്പെട്ടവരെല്ലാവരോടും, വിവിധ രീതിയിൽ അധ്വാനിച്ച എല്ലാവരോടുമുള്ള സന്തോഷവും ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്നു ദ ബ്ലെസ്സഡ് മേജർ. സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ് നമ്മെ സ്വർഗീയരാക്കുവാൻ ഈ ഭൂമിയിൽ വന്ന് ജാതനായ ക്രിസ്തുനാഥന്റെ ജനനത്തെ ഈ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ആഘോഷിക്കാം. ഭൗതിക സുഖങ്ങളും ജഡീക മോഹങ്ങളും ലേശവും മേശാതെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. റെവറൻ KC ചാക്കോ ശാസ്ത്രി രചന നിർവഹിച്ച് തന്റെ മകൻ തോമസ് ജേക്കബ് കൈതയിൽ ഈണം പകർന്ന മനോഹരമായ ഗാനം മണിമേടയുമില്ല സപ്രമഞ്ജവുമില്ല.
താങ്ക് യു വെരി മച്ച്. ഒന്നാം പാഠഭാഗം വായിക്കുന്നതിനായി അഗസ്റ്റിൻ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ഒന്നാം പാഠഭാഗമായി മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 9 വരെ. മീഖ 5-1 മുതൽ 9 വരെ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ, പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാട കോരുന്നു. ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും. അവർ നിർഭയം വസിക്കും. അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. അവൻ സമാധാനമാകും. അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മനുഷ്യപ്രഭുക്കന്മാരെയും നിർത്തും. അവർ അശൂർ ദേശത്തെയും അതിൻ്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും. അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞ് പോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയും ആകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയുമാകും. അത് അകത്തു കടന്നാൽ ചവിട്ടി കടിച്ചു കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. നിന്റെ കൈ നിന്റെ വൈരികൾക്കു മീതെ ഉയർന്നിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. ഇവിടെ 1-ാം പാഠഭാഗം അവസാനിച്ചു. താങ്ക് യു അഗസ്റ്റിൻ അച്ചച്ചൻ. ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണല്ലോ സൺഡേ സ്കൂൾ. അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമ്മുടെ കുരുന്നുകളാണ്. കൺമണിയെ കാണാൻ, താരാട്ട് പാടാൻ മലനിരകളിലൂടെ അവർ പാറിപ്പറന്ന് വന്നിരിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ വർണ്ണഭരിതമായ ഈ പ്രോഗ്രാം നമുക്ക് കാണാം. മലനിരയിൽ അഴകാ
Wasn't that an awesome performance by our Sunday schoolers? Thank you very much. We'll now have the reading of the second lesson by Mrs. Annie Phillip. The second lesson for today is taken from the Gospel according to St. Luke, chapter 2, verses 1 to 14. St. Luke 2, 1 to 14. In those days, Caesar Augustus issued a decree that a census should be taken of the entire Roman world. This was the first census that took place while Quirinius was governor of Syria, and everyone went to his own town to register. So Joseph also went up from the town of Nazareth in Galilee to Judea, to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him and was expecting a child. While they were there, the time came for the baby to be born, and she gave birth to her firstborn, a son. She wrapped him in clothes and placed him in a manger because there was no room for them in the inn. And there were shepherds living out in the fields nearby, keeping watch over the flocks at night. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified.
But the angel said to them, "Do not be afraid. I bring you good news of great joy that will be for all the people. Today, in the town of David, a Savior has been born to you. He is Christ the Lord. This will be a sign to you. You will find a baby wrapped in clothes and lying in a manger." Suddenly, a great company of the heavenly host appeared with angel, praising God and saying, "Glory to God in the highest, and on earth peace to men on whom his favor rests." Here ends the second lesson. താങ്ക് യു ആനി ആൻറ്റി. ജയമംഗള വാർത്ത അറിയിച്ച ദൂതഗണത്തോട് ചേർന്ന് പാട്ട് പാടുവാൻ നമ്മുടെ സേവികാ സംഘാംഗങ്ങളും തയ്യാറായിട്ടുണ്ട്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന രക്ഷകനെ ആട്ടിടയരോട് ചേർന്ന് ഭയഭക്തിയോടെ നമുക്കും കുമ്പിടാം. നരരോട് അതിസ്നേഹം പൂണ്ട് പാരിടം തന്നിൽ വന്ന യേശു. ഈ ഗാനം സേവികാ സംഘാംഗങ്ങൾ പാടുന്നു. And now, to deliver the Christmas message, I'd like to invite the Most Reverend Marcos Mar Chrysostomus, Metropolitan Tirumeni. ത്രിയേക ദൈവത്തിനു സ്തുതി. പെരുമ്പാവൂർ സെൻറ് പോൾസ് മാർത്തോമ ഇടവകയുടെ വികാരി, എത്രയും ബഹുമാനപ്പെട്ട ലിനു ജോർജ് അച്ഛൻ, ബഹുമാന്യരായ ഇടവക ജനങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ തിരുജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംഗീത വിരുന്നിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. COVID-19 എന്ന മഹാമാരിയുടെ പ്രതിസന്ധികൾക്കിടയിലും ലോകം വലിയ പ്രതീക്ഷയോടെയാണ് ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്,
ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ്. ഇരുട്ട് ഭയത്തിൻ്റെയും ഭീതിയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും വേദനയുടെയും കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും പ്രതീകമാണ്. എന്നാൽ വെളിച്ചം സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ എല്ലാം പ്രതീകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം എന്ന് നാം വായിക്കുന്നു. അതെ, യേശുക്രിസ്തു ദൈവം നമ്മോടുകൂടെ എന്നതാണ്. മനുഷ്യന്റെ ഏകാന്തതയിലും നിരാശയിലും ദുഃഖത്തിലും രോഗത്തിലും കഷ്ടതയിലും കണ്ണുനീരുകളിലും സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും അവനെ കൈവിടുവാൻ മനസ്സില്ലാത്തവനായ വലിയവനായ ദൈവം ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ മനുഷ്യനു വേണ്ടി പൂജാതനായി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മഹാവലിയ സ്നേഹം. യേശുക്രിസ്തുവിന്റെ തിരുജനനത്തെക്കുറിച്ച് ബേത്ലഹേമിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഹമാർ നൽകുന്ന സന്ദേശം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ്. അതെ, ക്രിസ്തുവിന്റെ ജനനം മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. അവിടുന്ന് കൽപ്പിച്ചരുളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും തള്ളിക്കളയുകയുമില്ല. നമ്മുടെ ഏകാന്തതയിലും നിരാശയിലും ദുഃഖത്തിലും വേദനയിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മെ ഭീതിപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കേണ്ടതിനും നമ്മെ സൗഖ്യമാക്കേണ്ടതിനും നമ്മെ ചേർത്ത് നിർത്തേണ്ടതിനും അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തു. ബേത്ലഹേമിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട മാലാഹമാർ യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അവരെ അറിയിച്ചതിന് ശേഷം വിണ്ണിലെ മാലാഹമാരും മണ്ണിലെ ആട്ടിടയന്മാരും ചേർന്ന് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഡിസംബറിലെ മഞ്ഞുതിരുന്ന കുളിർക്കാറ്റിൽ ലോകം കേട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും ആഹ്ലാദകരമായ ആ സംഗീതം ഈ ഡിസംബറിൽ ഒരിക്കൽ കൂടെ നമ്മുടെ കാതുകളിൽ മാറ്റൊലിക്കൊള്ളുമ്പോൾ, നമ്മെ ആ സംഗീതം എതിരേൽക്കുമ്പോൾ, നമുക്കും മാലാഹമാരോടും ആട്ടിടയന്മാരോടും ചേർന്ന് പാടാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും സമാധാന സമൃദ്ധമായ മംഗളാശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, Tirumeni, for the beautiful and inspiring words. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആ. ഇടവക ഗായക സംഘത്തിന്റെ അടുത്ത ഗാനത്തിലൂടെ ഇതിന്റെ മറുപടി നമുക്ക് ശ്രമിക്കാം. 1969 എം തോമസ് മ്യൂസിക് പകർന്ന മനോഹര ഗാനം ഹല്ലേലൂയ, മഹത്വത്തിന്റെ രാജാവ് വന്നു പിറന്നല്ലോ.
Our last rendition is of a song 2 centuries old, one that was composed in the hills of Austria, and to this day evokes in us all the spirit of Christmas. Let us all join for Silent Night. That was ethereal, wasn't it? This year has been one that has taken us through a lot. Our world has had to face sickness and suffering, change and distancing. Comforts that were a part of our lives were rescinded. Through all this, hope was not lost. There was light at the end of the tunnel, in the form of technology, to make sure that we could see and talk to our near ones. The hope for a vaccine, which our medical professionals worked tirelessly on. Our doctors, our nurses, police officers, teachers, farmers, government officials, and everyone else from every field of life who worked dedicatedly to ensure that we were able to put food on our table to survive to this day. We'd like to thank you all from the bottom of our hearts for your hard work and sacrifices. To all the members of our church choir, the Sevika Sangam, the Yuvajana Sakyam, the Sunday school, and everyone who is a part of our wonderful church. On behalf of all of us here, I'd like to thank you all for the hard work involved in making this carol service a reality. To you all, from all of us here at the St. Paul's Marthoma Church, we'd like to wish you a very happy and safe Christmas.
Now, to end today's togetherness in prayer and benediction, please welcome Reverend Thomas Matthew. നമുക്ക് പ്രാർത്ഥിക്കാം. സകല മനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് തൻ്റെ ഓമനപുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിച്ച പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തുതി കരേറ്റുന്നു. ലോകമെങ്ങും സന്തോഷത്തോടെ ക്രിസ്മസ് കൊണ്ടാടുന്ന ഒരു കാലഘട്ടം. പെരുമ്പാവൂർ മാർത്തോമാ ഇടവകയായിട്ട് ഈ വർഷത്തെ കരോൾ ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് നടത്തുവാൻ ഈ രാത്രി ഇടയാക്കി അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. കർത്താവേ, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും സന്തോഷവുമായി തീർന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പ് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നതിനാൽ നിനക്ക് നന്ദി കരേറ്റുന്നു. ഈ സന്തോഷം വേദനിക്കുന്ന ലോകത്തിന് ആശ്വാസമായി തീരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ. കഴിഞ്ഞ അനേക മാസമായിട്ട് ലോകം കടന്നു പോകുന്ന അനുഭവങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യാശയും ധൈര്യവും ഞങ്ങൾക്ക് തന്ന് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് വഴി നടത്തിയ കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഈ കരോൾ ഇവിടെ വെച്ച് നടത്തിയ അനുഭവങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവകൃപ അധികമായി നൽകി ഈ പ്രോഗ്രാമൊക്കെ അനുഗ്രഹകരമാക്കി തീർത്തതിനാൽ നിനക്ക് നന്ദി കരേറ്റുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടവകയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിപ്പാനിടയാക്കി എല്ലാവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാത്രി ഈ ഗാന ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാനായിട്ട് അത്യധ്വാനം ചെയ്ത ഗായക സംഘത്തെയും അതിൻ്റെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് നന്ദി കരേറ്റുന്നു. അവർക്ക് ലഭിച്ച താലന്തുകൾ അനുഗ്രഹപ്രദമായി പങ്കിടുവാനായിട്ട് കർത്താവ് ഇടയാക്കിയല്ലോ. അനേക ദിവസത്തെ അധ്വാനത്തിന് കർത്താവെ അവർക്കെല്ലാവർക്കും പ്രതിഫലം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല രീതിയിൽ ഈ സന്ധ്യയിലെ ശുശ്രൂഷ അനുഗ്രഹകരമാക്കി തീർക്കുവാനായിട്ട് യത്നിച്ച ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷ നിറവേറ്റിയ പ്രിയപ്പെട്ട ദാസനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച സന്ദേശത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, അതെല്ലാവരുടെയും ഹൃദയങ്ങളെ കൂടുതൽ ദൈവകൃപയോടുകൂടെ മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇടവകയെ മുഴുവനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുവർഷം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കാൻ, കർത്താവിന് വേണ്ടി ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാൻ ഇടവകയായി ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ മഹത്വവും തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകപുത്രൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസം പ്രിയരെ നാം ഏവരോടും ഈ രാത്രികാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇടവകയോടും ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവീസിന്റെ ഏറ്റവും ആകർഷകമായ നിമിഷങ്ങളിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് ലോകം കടന്നു പോകുന്ന പാൻഡമിക്കിന്റെ ഭീകരമായ ഈ സാഹചര്യത്തിലും COVID-19 പ്രോട്ടോകോൾ പാലിച്ച് ക്രിസ്മസ് സമ്മാനങ്ങളുമായി നമ്മുടെ പ്രിയങ്കരരായ സാന്റാക്ലോസ്മാർ കടന്നു വന്നിരിക്കുകയാണ്.
പ്രിയരെ, നമ്മുടെ യുവജന സഖ്യാംഗങ്ങൾ അവരെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. Jingle bell, jingle bell, jingle bell rock. A jingle bell swing and jingle bells ring. The bird machine. Check. എനിക്കിത് വേണം, ഞാൻ പോവാ. സ്വർഗീയ സൈനികർ
സർവ്വലോകത്തിനുമുണ്ടാകുന്ന മഹാസന്തോഷം ഇത് അറിയിച്ചുകൊള്ളട്ടെ. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി പൂജാതരായി. എല്ലാവർക്കും സെന്റ് പോൾസ് മാർത്തോമ ചർച്ചിന്റെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. We wish you a Merry Christmas. We